ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണെന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് തന്നെ മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഞാൻ ഇന്നൊരു മൺചട്ടിയിലാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഒരു 4 മാമ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാമ്പഴം വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വയ്ക്കാം. മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും, ചെറിയ ജീരകമാണ് കേട്ടോ, 2 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ തേങ്ങ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി ഓപ്ഷണലാണ്. എല്ലാവർക്കും വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമാവണമെന്നില്ല. ഓരോ സ്ഥലത്തും വെക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ മാമ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് തൊടുമ്പോഴേ നമുക്കറിയാൻ പറ്റും. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അരപ്പ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, അധികം വെള്ളം ഇതിൽ ചേർക്കേണ്ട. നമ്മൾ മാമ്പഴം വേവിക്കുമ്പോൾ വെള്ളം അധികം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ പാകത്തിൽ ഉപ്പുണ്ടോ എന്ന് ഒന്ന് നോക്കണം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് ചിലപ്പോൾ നമ്മൾ നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാകത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഒന്ന് തിളച്ചാൽ മാത്രം മതി, അധികം നേരം തിളപ്പിക്കേണ്ട. ഒരു തിളപ്പ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഞാൻ നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്നിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കട്ടകളെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ചില തൈര് കട്ടകളുണ്ടാവുമല്ലോ, ആ കട്ടകളൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താളിപ്പാണല്ലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ ചീനിച്ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മാമ്പഴ പുളിശ്ശേരി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കാരണം വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടിയിട്ട് അതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇളക്കി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കറിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കറികളിൽ താളിപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളതങ്ങ് അടച്ച് വെക്കും. എന്നിട്ട് വിളമ്പുന്ന എപ്പോഴാണോ അപ്പോഴാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ മണം എല്ലാം അതിലുണ്ടാവുക അല്ലേ. പക്ഷേ നമ്മൾ തൈര് ഒഴിക്കുന്ന കറികളിൽ അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഈ കടുക് പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൽ എണ്ണയ്ക്ക് ചൂടുണ്ടാവും. അതുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. താളിപ്പ് ഒഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.